ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് കേവലം ഒരു ദേവതയെക്കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് അത്ഭുതങ്ങളുടെയും ശക്തിയുടെയും പര്യായമായ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെക്കുറിച്ച് അധികമാരും കേട്ടിട്ടില്ലാത്ത ചില സത്യങ്ങൾ അറിയാനാണ്. പലരും വിഷ്ണുമായയെ ഭയത്തോടെയോ അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് മാത്രമുള്ള ഒരു ശക്തിയായോ ആണ് കാണുന്നത്. എന്നാൽ വേദങ്ങൾ പറയുന്ന മായാതത്വവും നമ്മുടെ നാടിൻ്റെ കാവൽക്കാരായ മലയരയന്മാരുടെ പ്രാചീന രഹസ്യങ്ങളും പരിശോധിച്ചാൽ ഈ സങ്കല്പം എത്രയോ പരിശുദ്ധമാണെന്ന് മനസ്സിലാകും. ഇന്ന് പുറം ലോകത്തിനധികമറിയാത്ത മലയരയന്മാർ പണ്ട് കാട്ടിലെ ഗുഹകളിലും മലമടക്കുകളിലും വെച്ച് ചാത്തൻ സ്വാമിയെ പ്രീതിപ്പെടുത്തിയിരുന്ന 5 രഹസ്യ ആചാരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഒന്നാമത്തെ രഹസ്യം, ഭൂമി സ്പർശസേവ. വേദങ്ങളിൽ പൃഥ്വി, ഭൂമി സകലതിനും ആധാരമാണ്. മലയരയന്മാർ വിശ്വസിച്ചിരുന്നത് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിനുള്ളിലല്ല, മറിച്ച് കാട്ടിലെ മണ്ണിലാണ് വസിക്കുന്നത് എന്നാണ്. ഇവർ ചെയ്യുന്ന ഒരു രഹസ്യക്രിയയുണ്ട്. വെറും നിലത്ത് മണ്ണിൽ തൊട്ട് സ്വാമിയെ വിളിക്കുക. വിഗ്രഹത്തിലല്ല, പ്രകൃതിയുടെ ചൈതന്യത്തിലേക്കാണ് അവർ സ്വാമിയെ ആവാഹിക്കുന്നത്. ഓം പൃഥ്വിതത്വവശ്യമായ വിഷ്ണുമായ എന്ന ഭാവത്തിൽ പ്രകൃതിയെ അറിഞ്ഞു ചെയ്യുന്ന ഈ പൂജയാണ് സ്വാമിക്ക് ഏറ്റവും പ്രിയങ്കരം. മണ്ണിൽ തൊട്ട് സത്യം ചെയ്യുന്ന ഭക്തനെ സ്വാമി ഒരിക്കലും കൈവിടില്ല. രണ്ടാമത്തെ രഹസ്യം, അഗ്നിജ്വാലാധ്യാനം. ഋഗ്വേദത്തിൽ അഗ്നിയാണ് മനുഷ്യനെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്നത്. മലയരയ ഗോത്രത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ കാട്ടുവറളികൾ ഉണങ്ങിയ മരക്കൊമ്പുകൾ കൂട്ടിയിട്ട് വലിയ തീക്കനലുണ്ടാക്കും. ആ തീയിലേക്ക് നോക്കി കണ്ണെടുക്കാതെ വിഷ്ണുമായ സ്വാമിയുടെ രൂപം മനസ്സിൽ കണ്ട് ധ്യാനിക്കുന്ന രീതിയാണിത്. ഇത് വെറുമൊരു തീയിടലല്ല, നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും ദുരിതങ്ങളെയും ആ അഗ്നിയിൽ ഹോമിച്ച് ചാത്തൻ സ്വാമിയുടെ തേജസ് ആവാഹിക്കുന്ന അത്ഭുതവിദ്യയാണിത്. മൂന്നാമത്തെ രഹസ്യം, വനമൂലിക നിവേദ്യം. നമ്മൾ സാധാരണയായി എന്താണ് നേദിക്കുന്നത്? പാൽപ്പായസമോ വടയോ ഒക്കെയാകാം. എന്നാൽ മലയരയന്മാരുടെ രഹസ്യവിധിയിൽ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കാട്ടുതേനും പ്രത്യേക കിഴങ്ങുവർഗ്ഗങ്ങളുമാണ്. സംസ്കരിക്കാത്ത, പ്രകൃതിദത്തമായ, കലർപ്പില്ലാത്ത ഭക്ഷണം. വേദങ്ങളിൽ ഇതിനെ സാത്വികമായ വനഭോജനം എന്ന് പറയാം. നിങ്ങളുടെ ഭക്തിയിൽ കലർപ്പില്ലെങ്കിൽ അത് എത്ര ചെറിയ കാര്യമായാലും സ്വാമി സ്വീകരിക്കും എന്നതിൻ്റെ. നാലാമത്തെ രഹസ്യം, ശബ്ദബ്രഹ്മസേവ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രങ്ങൾക്കുമപ്പുറം ഒരു പ്രത്യേക താളത്തിൽ കൊട്ടും കുരലും ഉപയോഗിച്ച് സ്വാമിയെ ഉണർത്തുന്ന രീതി. മലയരയന്മാർ വിശ്വസിക്കുന്നത് പ്രപഞ്ചമുണ്ടായത് ശബ്ദത്തിൽ നിന്നാണ്, നാദബ്രഹ്മം എന്നാണ്. കാട്ടിലെ നിശബ്ദതയിൽ ഒരു പ്രത്യേക താളത്തിൽ തുടികൊട്ടുന്നത് പോലെ മനസ്സേകാഗ്രമാക്കി സ്വാമിയെ വിളിച്ചാൽ ഏത് ആപത്തിൽ നിന്നും വിഷ്ണുമായ ഓടിയെത്തും. വാക്കുകളല്ല, ആ ശബ്ദത്തിലെ വൈബ്രേഷനാണ് സ്വാമി കേൾക്കുന്നത്. അഞ്ചാമത്തെ രഹസ്യം, സത്യവാക്ക്. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. ആചാരങ്ങൾക്കും പൂജകൾക്കും അപ്പുറം മലയരയന്മാർ വിഷ്ണുമായ സ്വാമിയെ വശത്താക്കിയത് സത്യം എന്ന ഒറ്റ ആയുധം കൊണ്ടാണ്. വേദങ്ങൾ പറയുന്നു, സത്യം വദ ധർമ്മം ചര എന്ന്. ചാത്തൻ സ്വാമിയുടെ മുൻപിൽ വെച്ച് ഒരു സത്യം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റാൽ, അത് ജീവൻ കൊടുത്തും പാലിച്ചിരിക്കണം. സത്യസന്ധരായ മനുഷ്യരുടെ കൂടെ വിഷ്ണുമായ സ്വാമി നടക്കൂ. കള്ളത്തരവും ചതിയുമുള്ള മനസ്സിൽ സ്വാമി നിൽക്കില്ല. ഇതാണ് ആദിവാസി ഗോത്രങ്ങളുടെ വിജയരഹസ്യം. പ്രിയഭക്തരെ, വിഷ്ണുമായ സ്വാമി വെറുമൊരു മന്ത്രവാദ മൂർത്തിയല്ല. സാക്ഷാൽ പരമശിവന്റെയും പാർവതിയുടെയും
കൂളിവകയുടെ രൂപത്തിൽ ചൈതന്യം പേറുന്ന ധർമ്മത്തിൻ്റെ കാവൽക്കാരനാണ്. നമ്മൾ കണ്ട ഈ 5 രഹസ്യങ്ങളും നമ്മോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ശുദ്ധമായ മനസ്സും പ്രകൃതിയോടുള്ള സ്നേഹവും സത്യസന്ധമായ ജീവിതവുമാണ് യഥാർത്ഥ വിഷ്ണുവായ സേവ. ഈ അറിവുകൾ നിങ്ങളുടെ ഭക്തിക്ക് പുതിയൊരു ദിശ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനുമുണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.